കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലാനെത്താനാകുമ്പോഴേക്കും മാനസ എല്ലാ തരത്തിലും ഓക്കെ ആയിരുന്നു. ഒന്ന് രണ്ട് പ്രാവശ്യം അവൾ മനക്കിലേക്ക് വന്ന് മായയെ കാണുകയും ചെയ്തു. തന്നെ ഇത്ര നാളും കിടത്തിയതിന് തക്കതായ ശിക്ഷ നിനക്ക് നൽകുമെന്നും തന്നെ മാനസ പറഞ്ഞു. മാനസ മനക്കയിൽ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ പോകുന്നതൊക്കെ അഭി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ മാനസയെ കാണാൻ തീരുമാനിച്ചു. അവന്റെ നിർദ്ദേശപ്രകാരം മാനസ അവനുമായി സംസാരിക്കാൻ തയ്യാറായി. ശരത്തുമായുള്ള മായയുടെ വഴിവിട്ട ബന്ധവും മനക്കിലേക്ക് മായ വന്നതിനുള്ള ഉദ്ദേശവും തന്നെ ഇത്രയും നാളും കിടത്തിയതും എല്ലാം മാനസ അഭിയോട് തുറന്നു പറഞ്ഞു. ഇതേ സമയം അഭിയെയും മാനസയെയും നിരീക്ഷിക്കുകയായിരുന്നു ശരത്. അവർ തമ്മിൽ സംസാരിച്ചതെല്ലാം ശരത് കേട്ടിരുന്നു. എല്ലാം അപ്പോൾ തന്നെ മായയെ അറിയിക്കുകയും ചെയ്തു. എന്തെങ്കിലും ഒരു വഴി കണ്ട് അഭിയെ മനക്കിൽ നിന്ന് പുറത്താക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. അതിനുവേണ്ടി അവൾ വിഷ്ണുവിനോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഓരോ ദിവസങ്ങളിലായി പറയാൻ തുടങ്ങി. അത്രയ്ക്കും അഭിയെ വിഷ്ണുവിന് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അവന്റെ മനസ്സിനെ ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് മായയ്ക്കറിയാം. ഒരവസരത്തിനായി അവൾ കാത്തുനിന്നു. ഇതേ സമയം കമ്പനിയുടെ കാര്യങ്ങളും മറ്റും എല്ലാമായി അഭി അവൾക്കെതിരെ ഓരോ തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു. വാക്കുകൾ കൊണ്ട് അവളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അഭിക്കറിയാം. ഓരോ ദിനങ്ങളും തള്ളി നീക്കി അവൻ അവൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങി. മറ്റാരും അറിയാതെ അവന്റെ കൂടെ മാനസയും ഉണ്ടായിരുന്നു. അങ്ങനെ 1.5 വർഷത്തിനു ശേഷം മായയ്ക്കായി ഒരുക്കിവെച്ച ദിവസം വന്നെത്തി. എല്ലാ തെളിവുകളുമായി മനക്കിലേക്ക് അഭി എത്തുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല, ചാരി വെച്ചതേയുള്ളൂ. അഭി സംശയത്തോടെ അകത്തേക്ക് കയറി. ഒപ്പം അവന്റെ ഫോൺ റിങ് ചെയ്യുകയും ചെയ്തു. അവൻ വേഗം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു. മറുപുറത്ത് ദേവനായിരുന്നു. സ്നേഹയുടെ അച്ഛന് പെട്ടെന്ന് വയ്യാതായതുകൊണ്ട് എല്ലാവരും സ്നേഹയുടെ വീട്ടിലേക്ക് പോയതാണ്. അത് പറയാനാണ് അഭിയെ ദേവൻ വിളിച്ചത്. ഒപ്പം മായ തനിച്ചേ വീട്ടിലുള്ളൂ എന്ന് പറയാനും. പറഞ്ഞു കഴിഞ്ഞ് ദേവൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ വീണ്ടും പോക്കറ്റിലേക്കിട്ട് അഭി ചുറ്റും നോക്കി. മായ ഇവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കാണുന്നില്ല. റൂമിലുണ്ടാകുമെന്ന് അവൻ ഓർത്തു. എല്ലാരും വന്നിട്ട് തന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം കാണിച്ച് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് അവൻ നിശ്ചയിച്ചു. അവൻ എവിടെയും പോകാതെ ഹാളിലെ സോഫയിലിരുന്നു. ഒപ്പം തന്റെ കയ്യിലുള്ള ഫയൽ സോഫയുടെ മുകളിലേക്ക് വയ്ക്കുകയും ചെയ്തു. കുറച്ചു നേരം ഇരുന്നതും അറിയാതെ അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടാണ് അവൻ ഞെട്ടി ഉണർന്നത്. തന്റെ കൺമുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവൻ ദേഷ്യത്തോടെയും അമർഷത്തോടെയും നോക്കി. അഭി തങ്ങളെ കണ്ടു എന്ന പേടിയോടെയാണ് മായ നിൽക്കുന്നത്. വന്നു വന്ന് നീ ഇവനെയും ഇവിടെ കയറ്റാൻ തുടങ്ങിയോടി. ദേഷ്യത്തോടെ പോയി മായയുടെ മുടിക്ക് അഭി കുത്തിപ്പിടിച്ചു. അവൾ അവന്റെ കയ്യിൽ നിന്ന് കുതറി. അപ്പോഴേക്കും ശരത് ഇടപെട്ടു. വീട്ടിന് ആരുമില്ലാത്തക്കത്തിന് മായ അവനെ വിളിച്ചു കയറ്റിയതായിരുന്നു. പോകാൻ നേരമാണ് ഹാളിൽ സോഫയിൽ കിടക്കുന്ന അഭിയെ കാണുന്നത്. അവൻ ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ ശരത് പതിയെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അടുത്തുള്ള ഫ്ലവർ വേസ് അവന്റെ കൈതട്ടി താഴെ വീണു പൊട്ടിയത്. വിടടാ അവളെ. ശരത് അഭിയെ പിടിച്ചു തള്ളി. ഡാ, നീ എന്റെ വീട്ടിൽ വന്ന് എന്റെ മേലെ കൈവയ്ക്കുന്നോ? അഭി വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് ശരത്തിന്റെ നേർക്ക് ചെന്നു. പിന്നെ അവർ രണ്ടുപേരുമായി അടിപിടിയായി. അഭിയെ തടുക്കാൻ ശരത്തിന് കഴിഞ്ഞില്ല. തളർച്ചയോടെ ശരത്ത് ഒരു ഭാഗത്തായി വീണു. ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമെന്ന് പേടിയോടെ ഓർത്ത മായ അടുക്കളയിൽ ചെന്ന് വലിയൊരു മരകഷ്ണം എടുത്തുകൊണ്ടുവന്ന് അഭിയുടെ പിറകിൽ നിന്ന് തലയ്ക്കടിച്ചു. പെട്ടെന്ന് അടിയേറ്റ് അവൻ നിലത്തേക്ക് വീണു. ആ സമയം പെട്ടെന്ന് എഴുന്നേറ്റ് ശരത്ത് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് അവൻ ഉറപ്പിച്ചു. മായയോട് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് തലയ്ക്ക് കൈവച്ച് അവന്റെ നേരെ അഭി വിരൽ ചൂണ്ടിയത്. നീ പൊയ്ക്കോ. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഇവളെയും കൂട്ടിക്കൊണ്ടു പോകേണ്ടി വരും നിനക്ക്. ഇന്നത്തോടെ അവളുടെ ഇവിടുത്തെ വാസം ഞാൻ അവസാനിപ്പിക്കും. അതിനുവേണ്ട എല്ലാ തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നത്. വീട്ടിൽ നിന്ന് പോകുന്നവനെ അഭി കോപത്തോടെ നോക്കി പറഞ്ഞു. അഭി പറഞ്ഞു കഴിഞ്ഞതും ശരത്തും മായയും മുഖത്തോട് മുഖം നോക്കി. ഒപ്പം സോഫയിലിരിക്കുന്ന ഫയലിലേക്കും അവരുടെ നോട്ടം ചെന്നെത്തി. തനിക്കെതിരെയുള്ള എന്തോ ഒരു ആയുധമാണ് അതെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി. അഭിയെ പുച്ഛിച്ചു നോക്കിക്കൊണ്ട് മായ സോഫയിലുള്ള ഫയലെടുക്കാൻ വേണ്ടി നടന്നതും അഭി അത് തടഞ്ഞു. വേദന കൊണ്ട് തല പുളയുമ്പോഴും ആ ഫയൽ മായയുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ശ്രമം വിഫലമാക്കിക്കൊണ്ട് ശരത്ത് വീണ്ടും അവന്റെ തലക്കിട്ട് ഒന്നു കൊടുത്തു. അവൻ ബോധം മറിഞ്ഞ് വീഴാൻ നിന്നതും ശരത്ത് പോയി ഫയലെടുത്തു. മായ കമ്പനിയിൽ നിന്ന് കണക്ക് തെറ്റിച്ച് ക്യാഷ് എടുത്തതും അക്കൗണ്ട് ഡീറ്റെയിൽസ്, അവൾ എവിടെയൊക്കെ പോയി എന്നതിനുള്ള തെളിവുകൾ ഒക്കെയാണ് അതിലുള്ളത്. ശരത് അഭിയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഫയലുമായി പുറത്തേക്കിറങ്ങി. അതേസമയം മനക്കലിന്റെ ഗേറ്റ് തുറന്ന് വിഷ്ണുവിന്റെ കാർ അകത്തേക്ക് വരുന്നത് കണ്ടതും മായ ശരത്തിനെ പിടിച്ച് അകത്തേക്ക് കയറ്റി. ദേ, അവർ എത്തിയെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്, അടുക്കള വഴി പുറത്തേക്ക് പോകാൻ നിൽക്ക്. കാറ് മുന്നോട്ടേക്ക് വരുന്നത് കണ്ട മായ വേഗം ശരത്തിനോട് പറഞ്ഞു. ഈ അവസ്ഥയിൽ നീ എങ്ങനെ ഇവിടെ നിൽക്കും? ഇവനെ കണ്ടില്ലേ? ശരത് താഴെ കിടക്കുന്ന അഭിയെ നോക്കിക്കൊണ്ട് മായയോട് പറഞ്ഞു.
അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോകാൻ നോക്ക്. ദേ, ഈ ഫയൽ കൊണ്ടുപോയിക്കോ. തൻ്റെ കയ്യിലുള്ള ഫയൽ മായ ശരത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അടുക്കളയിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു. കാർ വന്ന് മുറ്റത്ത് നിർത്തിയതും മായ തൻ്റെ വസ്ത്രങ്ങൾ അവിടെ ഇവിടെയായി കീറിയിട്ടു. ഒപ്പം മുടിയൊക്കെ വല്ലാതെയാക്കി. നെറ്റിയിലെ കുങ്കുമം വലിച്ചു മാറ്റി. താഴെ കിടക്കുന്ന അഭിയുടെ ഷർട്ട് കീറിപ്പറിച്ചു. അവൻ്റെ ദേഹത്തായി കിടക്കുന്നത് പോലെയാക്കി. തൻ്റെ ദേഹത്തേക്ക് എന്തോ അമരുന്നത് അറിഞ്ഞതും അഭി പതിയെ കണ്ണുകൾ തുറന്നു. അഭി തന്നിന് മുന്നിൽ കാണുന്നത് മായയാണ്. അവൻ വേഗം അവളെ തൻ്റെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റി തള്ളിയിട്ടു. അപ്പോഴേക്കും എല്ലാവരും അകത്തേക്ക് കയറിയിരുന്നു. കൺമുന്നിൽ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. ദേഷ്യത്തോടെ വിഷ്ണു അഭിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കരണം പുകച്ചൊന്നു കൊടുത്തു. വിഷ്ണുവേട്ടാ! മായ തൻ്റെ സ്ഥിരം അഭിനയം തുടങ്ങി. അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൻ്റെ ദേഹത്തേക്ക് വന്നു വീണു. ഇവൻ എന്നെ! അഭിയുടെ നേർക്ക് വിരൽ ചൂണ്ടി അവൾ ആർത്തു കരയാൻ തുടങ്ങി. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മായയുടെയും അഭിയുടെയും രൂപങ്ങൾ കണ്ട് ഏകദേശം എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. അഭിയോട് എല്ലാവർക്കും ഒറ്റ നിമിഷം കൊണ്ട് വെറുപ്പ് തോന്നി. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പോലും എല്ലാവരും പറഞ്ഞു. ഇതേ സമയം സ്നേഹയും അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും മനക്കിലേക്ക് വന്നതായിരുന്നു. കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമെന്ന തയ്യാറെടുപ്പോടെ. പക്ഷേ മുന്നിൽ കണ്ട കാഴ്ച എല്ലാവരെയും അതിശയപ്പെടുത്തി. എന്നാൽ സ്നേഹയ്ക്കു മാത്രം എന്തൊക്കെയോ സംശയം തോന്നി. അഭി എന്താണെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. തനിച്ച് അഭിയുടെ റൂമിൽ പോയ ദിവസം അവൾക്ക് ഓർമ്മ വന്നു. അനാവശ്യമായി തന്നെ ഒന്ന് സ്പർശിച്ചിട്ടു പോലുമില്ല. അഭിയേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. എല്ലാവരും അവനെ പഴിക്കുമ്പോഴും അവൾ എതിർത്തു. ഇല്ല, അഭിയേട്ടൻ അങ്ങനെ ചെയ്യില്ല. ദേ, ഇവളാണ് കള്ളം പറയുന്നത്. സ്നേഹ മായയ്ക്കു നേരെ വിരൽ ചൂണ്ടി. എന്നാൽ സ്നേഹ പറയുന്നത് ആരും വിശ്വസിക്കാൻ നിന്നില്ല. കൺമുന്നിൽ കാണുന്ന കാഴ്ചയല്ലേ എല്ലാവരും വിശ്വസിക്കൂ. സ്നേഹ എത്ര തന്നെ പറഞ്ഞിട്ടും ആരും കേൾക്കാൻ നിന്നില്ല. അഭി ഇവിടുന്ന് പോകണം എന്ന് തന്നെ വാശി പിടിച്ചു. മായയ്ക്കായിരുന്നു നിർബന്ധം. അഭി താൻ നിൽക്കുന്നിടത്ത് ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ വിട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവളുടെ വാക്കുകളെ ശരിവെച്ചു. ഇതേ സമയം എങ്ങനെ വിശ്വസിപ്പിക്കണം, എന്തു പറയണമെന്നറിയാതെ അഭി തറഞ്ഞു നിന്നു. തൻ്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കണമെന്ന് അവന് അറിയില്ല. നിറകണ്ണുകളോടെ അവൻ ഓരോരുത്തരെയായി നോക്കി. സ്നേഹ ഒഴികെ മറ്റെല്ലാവരുടെ മുഖത്തും തന്നോടുള്ള വെറുപ്പാണ് കാണുന്നത്. തൻ്റെ ഉറ്റമിത്രത്തെ പോലും അവന് നോക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് അവന് മനസ്സിലായി. ആരോടും ഒന്നും പറയാതെ തൻ്റെ സാധനങ്ങളുമായി മനക്കിൽ നിന്ന് അവൻ ഇറങ്ങി. സ്നേഹ എത്ര തടഞ്ഞിട്ടും അവൻ നിന്നില്ല. പിറ്റേ ദിവസം രാവിലെ സ്നേഹയും ആ വീട് വിട്ടിറങ്ങി. എല്ലാവരോടുമുള്ള ദേഷ്യമായിരുന്നു അവൾക്ക്. അഭിയേട്ടനെ ഒന്ന് കേൾക്കാമായിരുന്നു എന്ന് എല്ലാവരോടും അവൾ ചോദിച്ചു. പക്ഷേ ആരും അവളുടെ വാക്കുകൾക്ക് വില കൊടുത്തില്ല. അതുകൂടിയായപ്പോൾ അവൾ സഹികെട്ട് എല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അഭിയേട്ടൻ എന്ന് ഇവിടേക്ക് വരുന്നോ അന്ന് മാത്രമേ താനും വരുമെന്ന് അവൾ നിശ്ചയിച്ചിരുന്നു. അഭിയും സ്നേഹയും ഇറങ്ങിയതിനു ശേഷം മനക്കൽ മായയുടെ ഭരണത്തിലായിരുന്നു. ആദ്യമൊക്കെ നല്ലതുപോലെ അവൾ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചിരുന്നു. എങ്കിലും പിന്നീട് അവളുടെ ഭാവങ്ങളെല്ലാം മാറി. ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാവരോടും വഴക്ക് കൂടാൻ തുടങ്ങി. മനക്കിലെ ചിട്ടകൾ മാറി. എന്നാൽ വിഷ്ണു വരുമ്പോൾ മാത്രം അവൾ നല്ലൊരു ഭാര്യയായും നല്ലൊരു മരുമകളായും തകർത്തഭിനയിച്ചു. രേവതിക്കും ദേവനും മനുവിനും അവളുടെ ഈ പ്രവൃത്തികൾ ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മായയെക്കുറിച്ച് വിഷ്ണുവിനോട് പറയാൻ അവർക്ക് മടി തോന്നി. മറ്റൊന്നുമല്ല, അവരുടെ ജീവിതം തങ്ങളായി തകരരുത് എന്നോർത്ത്. എല്ലാം ക്ഷമിച്ചും പുറത്തും ആ 3 ജീവിതങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ വിഷ്ണുവിന് ഒരു ബിസിനസ് മീറ്റിങ്ങിനായി ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു. 1-2 ആഴ്ചയുടെ മീറ്റിംഗ് ആയിരുന്നു അവിടെ. വിഷ്ണു പോയി കഴിഞ്ഞതും മായ പിന്നെ അവളുടെ ദോഷ സ്വഭാവം മുഴുവൻ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. രാത്രി നേരം വൈകിയേ വീട്ടിലേക്ക് വരാറുള്ളൂ. ഇടയ്ക്ക് വീട്ടിലേക്ക് വരുമ്പോൾ ശരത്തിനെയും കൂട്ടാറുണ്ട്. തൻ്റെ ഫ്രണ്ടാണെന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ശരത്തിനോടുള്ള മായയുടെ അധിക ഇടപെടൽ ആർക്കും ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ മനു ഒരു ദിവസം ഒരു ലോഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്ന മായയെയും ശരത്തിനെയും കണ്ടുമുട്ടാനിടവന്നു. പരസ്പരം കണ്ടിട്ടും മനു ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോയി. മായയ്ക്ക് എന്തിനൊക്കെയോ ഭയം തോന്നി. എന്നാലും അവളത് പുറത്തു കാണിക്കാതെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അവൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ശാന്തമായിരുന്നു അവിടം. അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തൊന്നും യാതൊരു ഭാവമാറ്റവുമില്ല. മനു തന്നെയും ശരത്തിനെയും കണ്ടത് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് ബോധ്യമായി. എന്നാലും മനുവിനെ ഭയക്കണമെന്ന് അവൾ ഓർത്തു. അഭിയെ പറഞ്ഞയച്ചതുപോലെ അവനെയും ഇവിടെ നിന്ന് തുരത്തണമെന്ന് അവൾ നനച്ചു. 2 ആഴ്ച പെട്ടെന്ന് കടന്നുപോയി. അതിനുശേഷം മനു മായയെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് മായ മനസ്സിലാക്കുകയും ചെയ്തു. അവളെല്ലാം പുച്ഛത്തോടെ തള്ളിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. അവൾക്കറിയാം ആരെന്ത് പറഞ്ഞാലും വിഷ്ണു തന്നെ സംശയിക്കില്ലെന്ന്. അതിനുവേണ്ട കുറുക്കുവഴികളൊക്കെ മുന്നേ അവൾ നടപ്പാക്കി കഴിഞ്ഞിരുന്നു. വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് പല തെറ്റായ വിവരങ്ങൾ അവൾ ഓതിക്കൊടുത്തു.
അങ്ങനെ ഒരു ദിവസം അവൾ ശരത്തിനെ കണ്ടുവരുന്ന വഴി തല കറങ്ങി വീണു. അടുത്തുള്ള ആരൊക്കെയോ ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ബോധം വന്നപ്പോൾ ബന്ധുക്കളുടെ നമ്പർ ഡോക്ടർ ചോദിച്ചു അവളോട്. അവൾ കൊടുത്തത് ശരത്തിൻ്റെയും. ഡോക്ടർ പറഞ്ഞാണ് അവൾ അറിയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അവൾക്ക് അതൊരു ഷോക്കായിരുന്നു. ഒരിക്കലും അവൾ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. അതുമാത്രമല്ല, ഇത് ആരുടെ കുഞ്ഞാണെന്ന് അവൾക്ക് തന്നെ ഉറപ്പില്ല. ശരത്ത് വന്നപ്പോൾ അവൾ കാര്യം അവതരിപ്പിച്ചു. കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ് മാർഗമെന്ന് അവൻ ഉപദേശിച്ചു. അവളും അത് ശരിവയ്ക്കുന്ന രീതിയിൽ ഡോക്ടറോട് കാര്യം പറഞ്ഞു. ആദ്യം ഡോക്ടർ എതിർത്തെങ്കിലും പിന്നീട് അവളുടെ കള്ളത്തരങ്ങളുടെ പുറത്ത് അത് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. രാത്രി ഏറെ വൈകിയാണ് മായ മനക്കിലേക്ക് എത്തിയത്. ഒപ്പം ശരത്തും ഉണ്ടായിരുന്നു. അവൻ അവളെ താങ്ങി പിടിച്ചാണ് വന്നത്. ശരത്ത് അവളെ പിടിച്ചു വരുന്നത് ദേവനും രേവതിയും മനുവും കാണുന്നുണ്ട്. പക്ഷേ അവർ ഒന്നും മിണ്ടിയില്ല. അകത്തേക്ക് കയറിയത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടു മായ ഭയന്നു. ഒപ്പം തൻ്റെ ദേഹത്തുള്ള ശരത്തിന്റെ കൈകൾ വിടുവിപ്പിക്കുകയും ചെയ്തു. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ എപ്പോൾ വന്നു? അവനെ കണ്ട ഭയം മറന്നു അവൾ മുഖത്ത് ചിരി വരുത്തി അവൻ്റെ അടുക്കലേക്ക് ചെന്നു. അവൻ്റെ അടുത്തേക്ക് അവൾ എത്തിയതും അവൻ കരണം പുകച്ച് അവൾക്കൊന്നു കൊടുത്തു. നീ എന്താടി കരുതിയത്? ഞാൻ പൊട്ടനാണെന്നോ? വിഷ്ണുവിൻ്റെ കണ്ണുകൾ ചുമന്നു. ദേഷ്യം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അവൻ അറിയുന്നില്ല. വീണ്ടും അവളുടെ കരണം മുഖച്ച് അവൻ ഒന്നുകൂടി കൊടുത്തു. അപ്പോഴേക്കും ശരത്ത് വന്ന് മായയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവളെ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? മായയെ വിഷ്ണു തല്ലിയത് ശരത്തിന് പിടിച്ചില്ല. അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ എൻ്റെ ഭാര്യയെ തല്ലുമോ കൊല്ലുമോ എന്തു വേണമെങ്കിലും ചെയ്യും, വിഷ്ണു കലിയോടെ ശരത്തിനോട് പറഞ്ഞു. വിഷ്ണു ചോദിച്ച ചോദ്യത്തിന് ശരത്തിന്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തനിക്കറിയാവുന്ന ഉത്തരം പറഞ്ഞാൽ മായയുടെ ജീവിതം തന്നെയാണ് അവതാളത്തിലാകുന്നതെന്ന് അവനറിയാം. മൗനം പാലിക്കുക എന്നതാണ് ഇപ്പോൾ നല്ലതെന്ന് അവൻ ഓർത്തു. പറയടാ, ഇവൾ നിന്റെ ആരാണെന്ന്? വിഷ്ണു വീണ്ടും കലിയോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. വിഷ്ണുവേട്ടാ, അതെൻ്റെ ഫ്രണ്ടാണ്. രംഗം പന്തിയല്ലെന്ന് കണ്ട് മായ വേഗം ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇതേസമയം വിഷ്ണുവിൻ്റെ കോപമൊക്കെ കണ്ടു നിൽപ്പാണ് ദേവനും രേവതിയും മനുവും. പക്ഷേ അവർ തടുക്കാനോ എതിർക്കാനോ പോയില്ല. അവനും സത്യാവസ്ഥ ഒക്കെ അറിയട്ടെ എന്ന് എല്ലാവരും കരുതി. നീ എന്തിനാ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത്? പ്രതീക്ഷിക്കാതെയുള്ള വിഷ്ണുവിൻ്റെ ചോദ്യം. വിഷ്ണുവേട്ടാ, പേടിച്ചരണ്ട് അവളുടെ കണ്ണുകളൊക്കെ കൂർന്നു. നാവ് വറ്റിയതുപോലെ എന്താ പറയേണ്ടത് എന്ന് അറിയാതെ അവൾ തരിച്ചു നിന്നു. നിന്നോടാണ് ഞാൻ ചോദിച്ചത് എന്തിനാ ഇന്ന് ഹോസ്പിറ്റലിൽ പോയതെന്ന്. വീണ്ടും ദേഷ്യത്തോടെ അവളെ തല്ലാൻ പോയതും ശരത്ത് ഇടയ്ക്ക് നിന്ന് അത് തടുത്തു. അവളെ തല്ലരുത്, അവൾ വയ്യാതെ ഇരിക്കുകയാണ്. ശരത്ത് കലിയോടെ വിഷ്ണുവിനെ നോക്കി. ഹോ, ഞാൻ മറന്നു. ഇവൾക്ക് വയ്യാതിരിക്കുകയല്ലേ? ഉദരത്തിൽ ജീവൻ തുടുപ്പേകിയ കുഞ്ഞിനെ കൊന്നിരിക്കുകയല്ലേ ഇവൾ? പുച്ഛത്തോടെയും വേദനയോടെയും വിഷ്ണു മായയെ നോക്കി. ഇവൻ എങ്ങനെ അറിഞ്ഞു എന്ന ചിന്തയോടെ നിൽക്കുകയാണ് മായ. ഒപ്പം തൻ്റെ കള്ളത്തരങ്ങളുടെ അടിവേരി ഇളകുകയാണെന്നും അവൾക്ക് മനസ്സിലായി. ശരത്തും അതേ പകപ്പോടെ നിൽക്കുകയാണ്. വിഷ്ണു എങ്ങനെ അറിഞ്ഞു? അതുമാത്രം ചോദ്യചിഹ്നമായി രണ്ടുപേരുടെയും ഇടയിൽ വന്നു. ഇതേ സമയം ദേവനും രേവതിയും മനുവും വിഷ്ണു പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. മായ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുമെന്ന് അവർ നനച്ചില്ല. സ്വന്തം കുഞ്ഞിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ദുഷ്ടയാണോ ഇവൾ എന്ന് പോലും അവർ ഓർത്തു. അവളോടുള്ള ദേഷ്യവും പകയും 3 പേർക്കും ഒരുപോലെ കൂടി. എടാ, നീ ഇവിടുന്ന് പോകുമ്പോൾ ഇവളെയും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇന്നത്തോടെ ഇവളുമായുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കുകയാണ്. വിഷ്ണുവിൻ്റെ ശബ്ദം മാത്രം അവിടെ മുഴുവൻ മുഴങ്ങി. ശരത്തിനെ നോക്കി ഒരു വെല്ലുവിളിയോടെയാണ് അവൻ പറയുന്നത്. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ മായ വിഷ്ണുവിനെ അലിവോടെ നോക്കി. വിഷ്ണുവേട്ടാ, എനിക്കൊരു തെറ്റുപറ്റി പോയതാ, എന്നോട് ക്ഷമിക്കണേ. അവൾ അവൻ്റെ കാൽക്കീഴിലേക്ക് വീണു. ആരെ നിക്കടി അങ്ങോട്ട്? അവൻ അവളെ തൻ്റെ കാൽക്കീഴിൽ നിന്ന് തള്ളിയിട്ടു. ഒപ്പം ഡ്രോയറിലുള്ള ഫയലെടുത്ത് അവളുടെ ദേഹത്തേക്ക് എറിയുകയും ചെയ്തു. ഫയലിൽ നിന്ന് താഴെ വീണ പേപ്പർ ഓരോന്നായി അവൾ എടുത്തു നോക്കി. സംശയിക്കേണ്ട, നിന്റെയും ഇവൻ്റെയും ഇത്ര നാളത്തെ ലീലാവിലാസങ്ങളാണ് അതിലുള്ളത്. വീണ്ടും അവൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവരുടെ നേർക്കെറിഞ്ഞു. മായയും ശരത്തും ഒന്നിച്ചുള്ള സല്ലാപങ്ങൾ അതായിരുന്നു ആ ഫോട്ടോയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. പേപ്പറിൽ ഉണ്ടായിരുന്നത് അവർ ഇതുവരെ പോയ സ്ഥലങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും. ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ ചെയ്തതുപോലും അതിലുണ്ട്. ഇനി ഒന്നും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ കാര്യമില്ല എന്ന് മായയ്ക്കും ശരത്തിനും ബോധ്യമായി. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. ശരത്ത് അവളോട് എഴുന്നേറ്റ് പോകാമെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ അതനുസരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഇറങ്ങാൻ നിന്നതും രേവതി അവരുടെ അടുത്തേക്ക് ഓടി വന്നു.